എല്ലാവർക്കും നമസ്കാരം. സെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഉള്ളിയൊന്നും വഴറ്റിയെടുക്കാതെ തന്നെ അധികം ഓയിലൊന്നും ചേർക്കാതെ നമുക്ക് ഒരു അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ബീഫൊക്കെ. ഉള്ളിയൊക്കെ വഴറ്റി സമയം കളയാതെ തന്നെ പെട്ടെന്ന് എല്ലാം കൂടെ ഒന്ന് കൂട്ടി കുഴച്ച് വെച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത് നന്നായി കഴുകി വാര വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഒരു ബൗളിലേക്ക് ആദ്യം ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പച്ചമുളക് 6 എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ വീതം ഉണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തത് ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട്, ഗരം മസാലയുടെ റെസിപ്പി ഞാൻ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. ബിരിയാണി മസാലയുടെയൊക്കെ പിന്നെ കറികളിലേക്കുള്ളതും വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുമ്പോൾ ഇടുന്നതൊക്കെ അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. മറക്കാതെ കാണണം കേട്ടോ. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് തൈരും പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം വരെ ഇതങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതെല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 4 സവോള നന്നായി കനം കുറച്ച് അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 4 തക്കാളിയും കൂടെ അരിഞ്ഞതും, പിന്നെ മല്ലിച്ചപ്പ്, പുതിന, വേപ്പിൻ്റെ ഇല കൂടെ എടുത്തിട്ട് അത് ഓരോ വലിയ പിടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിലേക്ക് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വേവിച്ചെടുക്കാം. കുറച്ച് കൂടുതൽ വെള്ളം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെന്തതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുത്താലും മതി. അടിക്ക് പിടിക്കാത്ത തരത്തിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഞാനൊരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇറച്ചിയുടെ മൂപ്പനുസരിച്ചും അതുപോലെ നമ്മുടെ കുക്കറിനനുസരിച്ചൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വന്നു കഴിഞ്ഞാൽ 3 വിസിൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് കഴുകി വാര വെക്കണം. അപ്പോൾ ഇതിലേക്ക് 1 കിലോ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി വാര വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്നങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അരിയുടെ ഇരട്ടി വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. 1 കപ്പാണെങ്കിൽ 2 കപ്പ് എന്ന കണക്കിന് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരി വാര വെച്ചിട്ടുണ്ട്. അത് നമുക്ക് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അരി ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പകുതി വേവാകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം സിം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 3/4 ഭാഗം വേവായി കിട്ടും കേട്ടോ. അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് നെയ്യൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ആവശ്യമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ പാകമാണ്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ദമ്മിടാനായിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ബീഫ് വെന്തോന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ആ ചേർത്ത വെള്ളം നമുക്ക് നന്നായിട്ട് വറ്റി നല്ലൊരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം ഇതിൽ കൂടുതലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ച് നേരം വെച്ച് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ തുറന്ന് വെച്ച് വറ്റിച്ചെടുത്താൽ മതി. ബീഫ് വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉടഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി ഇതേപോലെ ഒന്ന് മിക്സാക്കി വെക്കുക. ഇനി നമുക്ക് റൈസ് നോക്കാം. റൈസ് ഒരു 3/4 ഭാഗം വേവിൽ നമ്മൾ എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുന്ന പരിപാടിയില്ല. അത് ഇതിൽ ചെയ്യുന്നില്ല. അത് നമ്മൾ ദമ്മിടുമ്പോഴാണ്
ചെയ്യുന്നത് കേട്ടോ. ഇതൊന്നും കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് റൈസ് മാറ്റി വെക്കണം. നമുക്ക് ദമ്മിടേണ്ട ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഞാൻ ദമ്മിടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 3/4 ഭാഗം റൈസ് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉള്ളി വറുത്തിട്ടോ അണ്ടിപ്പരിപ്പ് വറുത്തിട്ടോ മുന്തിരി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള എല്ലാ മസാലയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് ഗരം മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല പൊടി ഇട്ട് കൊടുത്ത് പിന്നെ ഇതിൻ്റെ അടച്ചു വെച്ചിട്ട് നമ്മൾ അടിയിലൊരു തട്ട് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വെച്ചിട്ട് സിം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഞാൻ നന്നായി ദമ്മിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓരോ ബർണറിനനുസരിച്ചിരിക്കും കേട്ടോ, കൂട്ടലും കുറക്കലൊക്കെ ടൈം. അപ്പോൾ സിം ഫ്ലെയിമിൽ വെക്കുക. വലിയ ബർണറാണെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ചെറിയ ബർണറാണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ കൂടുതൽ നേരം വെച്ചാൽ അടിക്ക് പിടിക്കേണ്ടെന്ന് വിചാരിച്ചാൽ പറയണത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു കനമുള്ളത് എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ അധികം നെയ്യൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ബിരിയാണി കഴിക്കാനായിട്ട്. വഴറ്റുമ്പോഴൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഇനി നമ്മൾ തീരെ നെയ്യ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഊറ്റി വെക്കില്ലേ, അതേപോലെ ചെയ്തെടുത്താലും ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പാകം ഞാൻ 2 ടേബിൾ സ്പൂണ് നമ്മൾ റൈസ് വെക്കാനായിട്ടെടുത്ത് 1 ടീസ്പൂണ് നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റി അധികം സമയം കളയാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബീഫിലും മട്ടണിലൊക്കെ നല്ല കൊഴുപ്പുള്ളതല്ലേ, അപ്പോൾ അത് മതി ആ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് കിട്ടാനായിട്ട്. പിന്നെ നമ്മൾ ഇതേപോലെ നെയ്ച്ചോറും വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ബിരിയാണി റെഡിയാണ്. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.